പ്രിയ സുഹൃത്തുക്കളെ, ഛത്തീസ്ഗഡിൽ 2 കന്യാസികളെ അറസ്റ്റ് ചെയ്യുന്നത് വെച്ച് കത്തോലിക്ക സഭ മുണ്ടും മടക്കിയൊന്നും പോകില്ല കേട്ടാ. അത് മനസ്സിൽ വെച്ചോ. കത്തോലിക്ക സഭ എന്താണെന്നാണ് വിചാരിച്ചേക്കുന്നത്? വേണ്ട, ഇതര ക്രൈസ്തവ സഭകൾ എന്താണ്? ഇവിടെ ക്ഷമിക്കാൻ പറഞ്ഞൊരു കർത്താവിൻ്റെ സുവിശേഷം കൈ വെച്ചേക്കുന്നുണ്ട് മാത്രമല്ല തിരിച്ച് പ്രതികരിക്കാത്തത്. അത് ജാതിയും മതവും ഒന്നും നമുക്കില്ല. എല്ലാവരുടെയും ക്ഷമിച്ചേക്കാം. നിങ്ങളെവരെയും കൊന്നേരം ഞങ്ങളങ്ങ് ക്ഷമിച്ചേക്കാം. ഇതിനകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടുന്നത് ഈ ക്ഷമ പഠിച്ചതും പഠിപ്പിച്ചതും. ഞങ്ങൾ ക്ഷമ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ പലതും നടന്നാനേ. ക്രൈസ്തവ സഭ, അത് മർത്തമ സഭ ആയിക്കോട്ടെ, യാക്കോബ സഭ ആയിക്കോട്ടെ, CSI ആയിക്കൊള്ളട്ടെ, കത്തോലിക്ക സഭ ആയിക്കോട്ടെ, കത്തോലിക്ക സഭയുടെ 3 ബ്രാഞ്ച്, അതായത് കേരളത്തിലുള്ള ഞാൻ പറഞ്ഞത്, അതായത് സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ, ഇവരൊക്കെ പഠിപ്പിച്ച സ്നേഹം, പിന്നെ പെന്തക്കോസ്ത് സഭ, ഇവരൊക്കെ പഠിപ്പിക്കുന്നതിനകത്തും ക്ഷമ. നിങ്ങളെ സിസ്റ്റേഴ്സിനെ കൊന്നു, നന്നായിരിക്കും, കൊന്നോളൂ. ഛത്തീസ്ഗഡിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ മതപരിവർത്തനം സാറേ പറയണത് നിങ്ങളൊക്കെ? ടു പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രാക്ടീസ് എന്നൊരു വാക്ക് നിങ്ങൾ എന്തിനുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്? ആരെയും മതപരിവർത്തനം നടത്താൻ നമുക്ക് വേണ്ടാന്ന്. മതപരിവർത്തനം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകൾക്ക് മതപരിവർത്തനത്തിൻ്റെ ആഗ്രഹമേ ഇല്ല. പക്ഷേ ഇത് നിഷ്കർണമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്. അതായത് ഭരണഘടനയ്ക്കെതിരുള്ള. ശരിയല്ല കേട്ടോ. നിന്നെ ഒന്നും പേടിച്ചല്ലേ നമ്മളൊക്കെ തലയൊന്ന് ഒതുക്കി വെച്ചേക്കുന്നത്. നമുക്ക് നന്നായിട്ട് പ്രതികരിക്കാൻ അറിയാം. അവരാരും ഈ 2 സിസ്റ്റർമാരാരും പിന്നെ ഒരാളെ സാക്ഷി മാറ്റി പറയിപ്പിക്കുക, മൊഴി മാറ്റി പറയിക്കുക എന്നുള്ളതും വലിയ കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ ചെയ്യിപ്പിച്ചോ, കുഴപ്പമില്ല. ഈ പാവപ്പെട്ട 2 സിസ്റ്റേഴ്സ് എവിടെയെങ്കിലും പോയി ജീവിച്ചതല്ലേ? അല്ല, നിങ്ങൾ ജീവിക്കട്ടെ. അതുകൊണ്ട് ഭയന്നുകൊണ്ട് പേടിച്ചൊന്നും പോകുന്നില്ല. കാട്ടിൽ തീയിട്ട ഭയന്ന് പേടിക്കുന്നെങ്കിൽ ചിലപ്പോൾ മുയലുകൾ പേടിക്കുമായിരിക്കും. സിംഹം ആ കല്ലിൻ്റെ മേളിയിരിക്കും, കാത്തട്ടെന്നായിരിക്കും കേട്ടാ. ഈ കാര്യത്തിന് എൻ്റെ പേര് ജോൺസൺ കരൂർ എന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അതുകൂടെ ഞാൻ പറഞ്ഞ് സാധിപ്പിക്കാം. ഇതിനകത്ത് പിതാക്കന്മാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ സിസ്റ്റർമാരോ ഒന്നുമല്ല. എൻ്റെ പെങ്ങളാണത്, എൻ്റെ പെങ്ങളാണ്. എൻ്റെ പെങ്ങന്മാരെ നിനക്ക് അങ്ങനെ തൊടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, തിരിച്ച് തൊടൂല നിനക്ക് മനസ്സിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചോ. തിരിച്ചു തന്നിരിക്കും. 9447309807. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ബൈബിളിനകത്ത് മാത്രമേ ഞങ്ങൾ തിരിച്ചു തരത്തുള്ളൂ. കാരണം ക്ഷമിക്കുക, പൊറുക്കുക, കളഞ്ഞേക്കുക, അതിൽ മാത്രം വെച്ചുകൊണ്ട് പൊറുക്കാൻ പഠിപ്പിച്ച. കാരണം നിനക്ക് വേണ്ടി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കിടക്കുന്ന മുസ്ലിംസിനെ നിനക്കറിയാവോ? പട്ടാളത്തിൽ ഹിന്ദുവിനെ അറിയാവോ? ക്രിസ്ത്യാനെ അറിയാവോ? ഇതൊക്കെ മറന്നിട്ട് നിൻ്റെ എന്ത് രാഷ്ട്രീയയുടെ ഭയങ്കര മോശം കേട്ടോ. മേലിൽ ഇങ്ങനൊരു സംഭവം വീണ്ടും ഉണ്ടാവുകയും അവരെ കൊന്നേരും കേട്ടോ, അവരെ കൊന്നേരും. 2 സിസ്റ്റർമാർ മരിച്ചെന്നോ അവരെ തൂക്കിക്കൊന്നു വിചാരിച്ചൊന്നും കത്തോലിക്ക സഭ ഇങ്ങനെ ഷിവറിങ് ഒന്നും ആകത്തില്ല. കൊന്നേക്ക്. നിങ്ങളുടെ ഇഷ്ടം അങ്ങ് നടക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നിർത്തുന്നു.